കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്തെന്നാരോപിച്ചാണ് പ്രകടനം നടത്തിയത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ കയറുവാൻ പോലും അനുവദിക്കാതെ മാർഗതടസ്സം സൃഷ്ടിക്കുകയും അത് ചോദ്യം ചെയ്ത് മുന്നോട്ട് കയറുവാൻ ശ്രമിച്ചതിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പേരിൽ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ പേരിൽ എടുത്തിരിക്കുന്ന FIR റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം സർക്കാർ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മഹാത്മാഗാന്ധി AICC പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയാണ്. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ കോൺഗ്രസുകാർ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന അംഗീകരിക്കുന്ന മല്ലികാർജുന ഖാർഗെ, വന്ധ്യവയോധികനായ മല്ലികാർജുന ഖാർഗെ തള്ളിയിടുകയാണ്. BJPയുടെ എംപിമാർ, നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രിയങ്ക ഗാന്ധി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJP ആകെ വരണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി വയനാട്ടിൽ നിന്ന് 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു. കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് D. ഗീതാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S. ബിന്ദുകൃഷ്ണ, DCC ഭാരവാഹികളായ S. വിപിനചന്ദ്രൻ, N. ഉണ്ണികൃഷ്ണൻ, G. ജയപ്രകാശ്, ബ്ലോക്ക് പ്രസിഡന്റ് പാലത്തറ രാജീവ്, ഫെബ സുദർശനൻ, മീര രാജീവ്, MS സിദ്ദിഖ്, TK പിള്ള, മുണ്ടക്കൽ രാജശേഖരൻ, സാബ്ജാൻ, ഗോപാലകൃഷ്ണൻ, അസിമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും എംപിമാരെ പാർലമെന്റിനകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാതെ BJPയുടെ ഗുണ്ടകളായ എംപിമാർ നടത്തിയ അങ്ങേയറ്റ ഹീനമായ ശ്രമം രാജ്യം കണ്ടതാണ്. എന്നിട്ട് നമ്മുടെ വനിതാ എംപിമാർ പ്രിയങ്ക ഗാന്ധിജിയും വർഷ ഗേക്വാദും അടക്കമുള്ളവരെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.